ക്ലാസ് രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം പ്രാരംഭമായിട്ട് അറിയിക്കട്ടെ. ഇന്ന് പകൽ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മള് പ്രസംഗശാസ്ത്രം എന്നുള്ള വിഷയമാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളില് ഒരു മോഡൽ പദ്ധതിയായി. അത് എത്ര പേരത് ശുശ്രൂഷകളിൽ അല്ലെങ്കിൽ അത് പ്രയോജനപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. ആൻഡ് എത്ര പേർക്ക് അത് മനസ്സിലാകുമെന്നോ ഒന്നും എനിക്ക് പിടികിട്ടുന്നുമില്ല. പക്ഷെ അത് പ്രായോഗിക വശത്തിൽ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അത് ഒത്തിരി പേർക്ക് അത് നല്ലതായിരിക്കും. എന്നെ ഒരു സ്റ്റുഡന്റ് മാത്രം ഇതുപോലെ വിളിച്ചു പറഞ്ഞു അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറയാനിടയായി. അങ്ങനെ തോന്നുവാണെന്നുണ്ടെങ്കിൽ അത് നല്ലതാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ബുദ്ധിമുട്ടണം നമ്മള്. അതാണല്ലോ നമ്മുടെ പഠനത്തിന്റെ ഏറ്റവും വലിയ ഒരു ഇത്. നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ബൈബിളിന്റെ അല്ലെങ്കിൽ പ്രസംഗത്തിനോട് ഒരു പ്രസംഗം എന്ന് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഗൗരവമായിട്ട് നമ്മൾ തീർച്ചയായിട്ടും അതിനെ വീക്ഷിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു നിർത്തിയത് എവിടെയാണെന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? സാറേ 121 സങ്കീർത്തനമായിരുന്നു നമ്മൾ ചിന്തിച്ച്. ട്രാൻസ്ലേഷന്റെ നമ്മള് ഈ ആഴ്ച നമ്മള് ഞാൻ ഈ ആഴ്ച അതില്ല, കഴിഞ്ഞ ആഴ്ച മുഴുവൻ നമ്മൾ എടുത്തായിരുന്നു. ഒരു പ്രസംഗത്തിന്റെ മുഴുവൻ ഭാഗം നമ്മൾ എടുത്തു തീർത്തായിരുന്നു. ഞാൻ എന്റെ ഓർമ്മ ശരിയാണ്, ഈ ആഴ്ച ഞാൻ ബുക്ക് പ്രീച്ചിങ്, എങ്ങനെ ഒരു പുസ്തകം പ്രസംഗിക്കാം എന്നുള്ളതാണ് ഞാൻ അങ്ങനെ അതാണെന്ന് തോന്നുന്നു ഞാൻ ഇപ്രാവശ്യം. അതെ സാറേ, അതെ അതെ അതെ, കഴിഞ്ഞ ആഴ്ച അതാ പറഞ്ഞു നിർത്തിയത്. ഞാൻ അതിലേക്കാണ് ഞാൻ നിങ്ങളെ ഇന്ന് ശ്രദ്ധ തിരിക്കുന്നത്. എപ്പോഴും ഞാൻ പ്രസംഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇനി ഒരു അസൈൻമെന്റ് ആണ് ഞാൻ താല്പര്യപ്പെടുന്നത്. നിങ്ങൾക്ക് ഇനി പ്രിപ്പയർ ചെയ്ത് പ്രസംഗിക്കാം. അപ്പൊ നമുക്ക് അങ്ങനെ അടുത്ത ദിവസങ്ങളിലെ ക്ലാസ്സുകളിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സാറിനുമായിട്ട് സംസാരിച്ചിട്ട് ഞാൻ ആ കാര്യം നിങ്ങളോട് സംസാരിക്കാം. അല്ലെങ്കിൽ സാറ് നിങ്ങൾക്ക് അതിന്റെ നിർദ്ദേശം തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ഉൽപ്പത്തി പുസ്തകം എടുക്കാം. ഉൽപ്പത്തി പുസ്തകം നമുക്ക് ഒരു പ്രസംഗമായിട്ട് ഉൽപ്പത്തി പുസ്തകം മുഴുവനും, ഹൗ ടു പ്രീച്ച് എ ബുക്ക്, അതാണ് നമ്മുടെ ഇന്ന് ഒരു പുസ്തകം എങ്ങനെ പ്രസംഗിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. തികച്ചും ഒരു പ്രാക്ടിക്കൽ ക്ലാസ് ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് ഒരു തിയറി ഒന്നും ആരും പ്രതീക്ഷിക്കേണ്ട. ഒരു പ്രാക്ടിക്കൽ ക്ലാസ്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിന്റെ മേൽ നമ്മളൊന്ന് ഡെവലപ്പ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പ്രിപ്പയർഡ് അല്ല എന്നാരും വിചാരിക്കുകയും വേണ്ട. ഐ ആം വെൽ പ്രിപ്പയർഡ്. അതുകൊണ്ട് പ്രിപ്പയർഡ് ചെയ്യാത്ത കാരണമാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നതെന്ന് വിചാരിക്കേണ്ട. ഞാൻ കഴിഞ്ഞ ആഴ്ച കൃത്യമായിട്ട് പറഞ്ഞതാണ് നമുക്കൊരു ബുക്ക് എങ്ങനെ പ്രീച്ച് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ ഇത് 15 മിനിറ്റ് പ്രസംഗമാണ്. 15 മിനിറ്റ് നമുക്ക് ഉൽപ്പത്തി പുസ്തകം പ്രസംഗിക്കാൻ പോവുകയാണ്. ഉൽപ്പത്തി പുസ്തകം മൊത്തം നമ്മൾ ഉൽപ്പത്തി പുസ്തകം ഏകദേശം 50 അധ്യായങ്ങളുള്ള അല്ലെങ്കിൽ 50 അധ്യായങ്ങളുള്ള ഈ പുസ്തകം 15 മിനിറ്റ് സംക്ഷിപ്ത രൂപത്തിൽ നമുക്ക് എങ്ങനെ ഇതിന്റെ നമ്മൾ കഴിഞ്ഞ ആഴ്ച മനസ്സിലാക്കിയ ഇങ്ങനെ ഒരു പ്രസംഗം നമുക്ക് എങ്ങനെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പൊ അടുത്തത് ആദ്യമായിട്ട് എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഗെറ്റിംഗ് അറ്റൻഷൻ അല്ലേ? അതിനോട് പറയണേ, ഇതൊരു ഡിസ്കഷൻ ക്ലാസ് കൂടെയാണ്. അപ്പം നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുക, ഗെറ്റിംഗ് അറ്റൻഷൻ, GA. അതിനുവേണ്ടി നമുക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞു, എനിക്ക് ഒരു കുഴപ്പമില്ല. അപ്പം ഞാനിന്ന് വെറുതെ ഒരു ഗെറ്റിംഗ് അറ്റൻഷന് വേണ്ടി ജസ്റ്റ് പറയുകയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം എന്ന് മാത്രം ഞാൻ തുടങ്ങുകയാണ്. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, അപ്പൊ എല്ലാരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചല്ലോ, അത് തന്നെ വലിയൊരു കാര്യം. താങ്ക് യു. നിങ്ങളുടെ വീഡിയോ ഓൺ ആക്കുകയായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു.
അതും ഗെറ്റിംഗ് അറ്റൻഷന്റെ ഭാഗമായിട്ട് മനസ്സിലാക്കിയാൽ മതി. എനിക്കറിയാം ബാക്കിയുള്ളവർ അനുസരിക്കത്തില്ലെന്നറിയാം. അത് ഞാനങ്ങ് വിടുകയാണ്. അപ്പം അടുത്തത് മെയിൻ ഇൻട്രൊഡക്ഷൻ ആണ്, പ്രധാനപ്പെട്ട ഒരു ഇൻട്രൊഡക്ഷൻ. ഇത് നിങ്ങൾ എഴുതിയെടുക്കൊന്നും വേണ്ട കേട്ടോ, ഞാനിത് നമ്മൾ ചേർന്നാണിത് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് പറയാം. ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തെറ്റുകൾ കണ്ടുപിടിക്കുവാനായിട്ട് ധാരാളം സമയം വേണോ? നമുക്ക് ചരിത്രം പഠിക്കുകയാണെങ്കിൽ സംതിങ് റോങ് എന്ന് പറഞ്ഞാൽ ഒരു കയോട്ടിക് സ്റ്റേജ്, എല്ലാം കുഴഞ്ഞു മറിഞ്ഞ ഒരു സാഹചര്യമാണ്. എന്തൊക്കെയോ തെറ്റുകൾ നമുക്ക് എവിടെയൊക്കെ വീക്ഷിക്കുന്നുണ്ടോ അവിടെ എല്ലാം തന്നെ തെറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. അത് ശാസ്ത്രീയപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സാങ്കേതികപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എല്ലായിടത്തും ഒരു പൂർണ്ണത നമുക്ക് ഒരിക്കലും കാണുവാൻ സാധിക്കത്തില്ല. എല്ലാം ഒരു എന്നാ പറയുന്നത്, തെറ്റുകളുടെ ഒരു കൂമ്പാരം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിന്റെ കാരണം എന്ന് പറഞ്ഞത്, ലോകം ഇന്ന് പ്രത്യാശയില്ലാത്തൊരു ലോകത്തിലാണ് ജീവിക്കുന്നത്. പ്രത്യാശയില്ലാത്ത ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു ഹോപ്പ്ലെസ് വേൾഡ് വേണമെങ്കിൽ ഇങ്ങനെ പറയാം. എ ഹോപ്പ്ലെസ് വേൾഡ്, ബിക്കോസ് വി ആർ ലിവിങ് ഇൻ എ ഹോപ്പ്ലെസ് വേൾഡ്. നമ്മൾ പ്രത്യാശയില്ലാത്ത ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഏൻഷ്യൻ ഗ്രീക്ക് അല്ലെങ്കിൽ പഴയ ഗ്രീക്ക് തത്വചിന്തകന്മാരുടെ ഒത്തിരി മിത്തോളജീസ് നമുക്കറിയാം. അവരുൾപ്പെടെ അല്ലെങ്കിൽ നൂതനമായ ആശയങ്ങളും മതങ്ങളും എല്ലാം തന്നെ എങ്ങനെ തെറ്റുകൾ തിരുത്താം എന്നുള്ള ഒരു കണ്ടുപിടുത്തത്തിലാണ് ലോകം മുഴുവനും ഇതിന്റെ പുറകെയാണ്. അപ്പൊ നമ്മുടെ അടുത്തത് റൈസിംഗ് നീഡാ. ദർ ഈസ് ഓൾവേസ് എ പസലിംഗ് ക്വസ്റ്റ്യൻ നമ്മുടെ മനസ്സിലും. റൈസിംഗ് നീഡ്. ഇപ്പൊ ഞാൻ മെയിൻ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. റൈസിംഗ് നീഡ്. നമുക്കെല്ലാം ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ എന്തിനാ ഇവിടെ ജീവിക്കുന്നത്? ഈ ലോകത്തിൽ ഞാൻ എന്തിനാ ജീവിക്കുന്നത്? ഞാൻ എങ്ങോട്ടായി പോകുന്നത്? വേർ ഐ ആം ഗോയിങ്? എനിക്ക് പ്രത്യാശിക്കാൻ എന്താണ് ഇവിടെ വകയുള്ളത്? നമ്മൾ ഒരു ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു, ഇത് റൈസ് ചെയ്തു, ഒരു നീഡ്, ഒരു ആവശ്യം. ഇനി അടുത്തത് ഓറിയന്റഡ് തീം, OT. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, ഒരു തീം. ഈ ലോകത്തെ ദൈവം സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ, ക്രിയേഷൻ ഓഫ് ദിസ് വേൾഡ് ആൻഡ് ഫോൾ ഓഫ് മെൻ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. പക്ഷെ ആ മനുഷ്യൻ വീണുപോയി. പക്ഷെങ്കിൽ നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ പോകുന്ന പുസ്തകത്തിൽ ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും, ദൈവം ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മനുഷ്യനിലേക്കാണ് ദൈവം ആ പ്ലാനും പദ്ധതിയും രൂപകൽപ്പന ചെയ്യുന്നത്. ഹിസ് പ്ലാൻ ബൈ ചോസിങ് അബ്രഹാം എന്ന് പറയുന്ന ഒരു പൂർവ്വപിതാവിനെ. ഓറിയന്റഡ് തീം അതാണ്. ഇനി അടുത്ത ഏതാ ഒന്ന് പറയാമോ? പഴയ പുസ്തകം നോക്കിയോ വേണമെങ്കിൽ മറിച്ച് നോക്കിയോ? അൺമ്യൂട്ട് ചെയ്തിട്ടെന്ന് പറയാ. പറഞ്ഞു അതിനു മുമ്പ് പർപ്പസ് അല്ലേ? ആവശ്യകത, പർപ്പസ്. ഞാനിന്നിവിടെ പ്രസംഗിക്കാൻ പോകുന്നത് ഒരു കെട്ടുകഥയല്ല. എന്നാൽ ഞാൻ എൻ്റെ പ്രസംഗത്തിന്റെ ഒരു വാക്ക് ഞാൻ വായിക്കുകയാണ്. ഇംഗ്ലീഷാണ്, അതിനുശേഷം നമുക്ക് ട്രാൻസ്ലേഷൻ ചെയ്യാം. ഐ എം നോട്ട് ഹിയർ ടു ടോക്ക് എ സസ്പീഷ്യസ് ടോക്ക്, ബട്ട് ഗോഡ് about men or talk about a church or a religion or any ideologies of issues. All these have certain failures and flaws. Every one of us can make accusation against them.
But the only hope of this world is Jesus Christ. There is no one like Jesus Christ. He is the King of Kings. He is the Lord of Lords. He is the Son of God. He is the infinite perfection. He is strong. He is mighty. He is never fail. You have no argument against him. He and he alone is the hope of the world, hope of the hopeless world. Today I want you to see the hope that has given from the very beginning of the genesis of this world and the humanity. ഞാൻ ഇത്ര പറഞ്ഞുള്ളൂ. ഞാനിവിടെ ഒരു കെട്ടുകഥ പറയുവാൻ വേണ്ടിയല്ല നിൽക്കുന്നത്, ഒരു മതത്തിന്റെ പ്രചാരം നടത്തുവാൻ വേണ്ടിയല്ല നിൽക്കുന്നത്. പക്ഷെ ഒരു മനുഷ്യനെ പറ്റി പറയുവാൻ വേണ്ടിയാണ്. ആ ദൈവത്തിന്റെ പേര് യേശു കർത്താവ്. അവനിൽ തെറ്റില്ല. അവൻ രാജാതി രാജാവാണ്, കർത്താതി കർത്താവാണ്, അമർത്യനായ ദൈവമാണ്. അവനിൽ തെറ്റ് കണ്ടുപിടിക്കുവാൻ പറ്റത്തില്ല. അവൻ മാത്രമാണ് പ്രത്യാശയുള്ള. ലോകത്തിലെ പ്രത്യാശ എന്ന് പറയുന്നത് യേശു കർത്താവ് മാത്രമാണ്. അപ്പൊ എന്റെ പർപ്പസ് എന്ന് പറയുന്നത്, ഐ വോണ്ട് ടു പ്രീച്ച് ജീസസ്. യേശുവിനെ പറ്റി പ്രസംഗിക്കുക. ഈ പ്രത്യാശയില്ലാത്ത ഹോപ്പ്ലെസ് ആയിട്ടുള്ള വേൾഡിൽ എങ്ങനെ പ്രത്യാശയോടെ കൂടെ ജീവിക്കാം എന്നുള്ളതാണ് എന്റെ പർപ്പസ്. ഓക്കെ, ഇനി CPS, സെൻട്രൽ പ്രൊപ്പോസിഷൻ ഓഫ് ദ സെർമൺ. സെൻട്രൽ പ്രൊപ്പോസിഷൻ ഓഫ് ദ സെർമൺ, the proclamation of the hope എന്ന് പറഞ്ഞാൽ ഈ പ്രത്യാശയുടെ പ്രഖ്യാപനം ഈ ഭൂമിയുടെ ഉൽപ്പത്തിയിൽ ആരംഭത്തിൽ തന്നെ കർത്താവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ സൃഷ്ടിയുടെ മണിമകുടമായ മനുഷ്യന് ദൈവത്തിന്റെ ഏറ്റവും വലിയ പദ്ധതി ഈ ഭൂമിയുടെ ആരംഭത്തിൽ തന്നെ ദൈവം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് വിശ്വാസത്താൽ നമുക്ക് പിന്തുടരാം എന്നാണ് എൻ്റെ പ്രസംഗത്തിന്റെ CPS, സെൻട്രൽ പ്രൊപ്പോസിഷൻ ഓഫ് ദ സെർമൺ. ദ പ്രൊക്ലമേഷൻ ഓഫ് ദ ഹോപ്പ് ഫോർ desperate world is revealed in the beginning of itself in the book of Genesis. അത് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എന്റെ ടൈറ്റിൽ ഇതാണ്, ഹോപ്പ് ഫോർ ദ ഹോപ്പ്ലെസ്. ഹോപ്പ് ഫോർ ദ ഹോപ്പ്ലെസ്. പ്രത്യാശയില്ലാത്തവർക്ക്. നമുക്കിത് ചിന്തിക്കുന്നത് ബുക്ക് ഓഫ് ജനസിസ് എന്നാണ്. ഇപ്പോഴാണ് ഞാൻ ജനസിസ് എന്ന് പറയുന്ന ആ വാക്കും അല്ലെങ്കിൽ എൻ്റെ പ്രസംഗത്തിന്റെ തലക്കെട്ട് എന്താണെന്ന് പറഞ്ഞത്, നമ്മൾ ശ്രദ്ധയിലേക്ക് തിരിക്കാമെന്ന് പറയുന്നത്. അപ്പൊ ബാക്ക്ഗ്രൗണ്ട് അടുത്തത് അല്ലേ, നമുക്കറിയാം ബാക്ക്ഗ്രൗണ്ട്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയാം. നോ ഡൗട്ട് ഈ പുസ്തകം എഴുതിയത് വേറെ ആരുമല്ല, മോശയാണ് എഴുതിയത്. അദ്ദേഹം ഒരു ലേവ്യ കുടുംബത്തിൽ ജനിച്ചു. ഇത് എഴുതുന്നത് സീനായി മരുഭൂമിയില് ഞങ്ങൾ ആരാണ്, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരാരാണ്, ഞങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇവിടെ കൊണ്ടുവന്നത്, ഞങ്ങളുടെ ദൈവം ആരാണ് എന്നുള്ള ചോദ്യത്തിന് മറുപടിയായിട്ട് എഴുതുന്ന പഞ്ചഗ്രന്ഥങ്ങളിൽ ആദ്യത്തെ പുസ്തകമാണ് ഈ ഉൽപ്പത്തി പുസ്തകം എന്ന് പറയുന്നത്. അപ്പം ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഇത്രയും പറഞ്ഞോളൂ. ഇത്രയൊക്കെ മതി കേട്ടോ. 1 മണിക്കൂറത്തെ പ്രസംഗമാണ്, കുറച്ചും കൂടെ കിട്ടാം, കുഴപ്പമൊന്നുമില്ല. 15 മിനിറ്റ് പ്രസംഗമുള്ളൂ. അടുത്തത് കോണ്ടെക്സ്റ്റ് എങ്ങനെയാണ്? 40ഓളം എഴുത്തുകാർ ഇസ്രായേൽ മക്കൾ, ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ അറിയാതെ ഞാൻ എൻ്റെ കോണ്ടെക്സ്റ്റ് പറഞ്ഞു. ഞാൻ ബാക്ക്ഗ്രൗണ്ട് പറയട്ടെ. ബാക്ക്ഗ്രൗണ്ട് ഇത്രേ ഉള്ളൂ. മോശ എഴുതി മരുഭൂമിയിൽ ഒഴിഞ്ഞു നടക്കുന്ന ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി എഴുതിയതാണ് എന്നാണ് ബാക്ക്ഗ്രൗണ്ട്. അത്രേ ഉള്ളൂ. കോണ്ടെക്സ്റ്റിനകത്ത് പറയണം. കോണ്ടെക്സ്റ്റിനകത്താണ് നമ്മൾ പറയുന്നത് 40 വർഷത്തോളം ഇസ്രായേല് മരുഭൂമിയിൽ കൂടെ അലഞ്ഞു നടന്നു, അല്ലെങ്കിൽ കനാൻ ദേശത്ത് പ്രവേശിക്കാൻ കഴിഞ്ഞ് നടക്കുന്നു. വിച്ച് ലാസ്റ്റഡ് ഫ്രം 1446 BC തൊട്ട് 1406 BC വരെയുള്ള അവരുടെ ജീവിതത്തിൽ ഈ ഇസ്രായേൽ മക്കളുടെ മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ ദൈവം ആരാണ്? എങ്ങനെയാണ് ഇസ്രായേൽ ഒരു ജാതിയായത്? ആരാണ് ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരാണ്? എങ്ങനെയാണ് ഞങ്ങളുടെ പ്രിവിലേജ് എന്താണ്? ഞങ്ങളുടെ അവകാശം എന്താണ്? ഞങ്ങളുടെ പ്രത്യാശ എന്താണ്? ഇതാണ് ഉൽപ്പത്തി പുസ്തകത്തിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇത്രയും നമുക്ക് പറഞ്ഞാൽ മതി. അപ്പോഴാണ്, ഇത്രയും പറഞ്ഞതിന് ശേഷമാണ് നമ്മുടെ മെയിൻ പോയിന്റ് ഒന്നാമത്തെ മെയിൻ പോയിന്റ്,
proclamation of hope through the declaration of victory of seed. എനിക്ക് എങ്ങനെയാ അത് മലയാളത്തിൽ തർജ്ജമ ചെയ്യണം ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. അതില് പ്രൊക്ലമേഷൻ ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ പ്രഖ്യാപനം നടത്തുന്നത് ഒരു വിത്തിനെ പറ്റി ഡിക്ലെയർ ചെയ്തുകൊണ്ടാണ്, പറഞ്ഞുകൊണ്ടാണ്. അത് ഉൽപ്പത്തി പുസ്തകം 1 തൊട്ട് 11 വരെയുള്ള ചാപ്റ്റേഴ്സിലാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. പ്രൊക്ലമേഷൻ ഓഫ് ഹോപ്പ് ത്രൂ ദ ഡിക്ലറേഷൻ ഓഫ് വിക്ടറി ഓഫ് സീഡ്. ഇത് ആരാണ് ഈ വിത്ത്, ഇല്ലെങ്കിൽ ആരാണ് ഈ സന്തതി? സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനത്തിലൂടെ മനുഷ്യരാശിയുടെ പ്രത്യാശ ഒന്നാമത്തെ ഘട്ടത്തിൽ തന്നെ വെളിപ്പെടുത്തി ദൈവം. 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ നമുക്കിത് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. അതില് ഉൽപ്പത്തി 1:1 തൊട്ടുള്ള നമുക്ക് പറയാം. അടുത്തത് പോയിന്റ്സ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഈ സമയത്ത് നമുക്ക് ക്രിയേഷൻ അക്കൗണ്ട് പറയാം, എങ്ങനെയാണ് ഭൂമി ഉണ്ടായത്. രണ്ടാമത്തെ പോയിന്റ്, ഇത് സബ് പോയിന്റ് ആണ്. സബ് പോയിന്റ് എ, ക്രിയേഷൻ അക്കൗണ്ട്, മനുഷ്യന്റെ ഉൽപ്പത്തിയെ പറ്റി പറയാം. രണ്ടാമത് ഫോൾ ഓഫ് മെൻ, മനുഷ്യൻ എങ്ങനെ വീണുപോയി. പിന്നെ മനുഷ്യൻ പാപത്തിൽ വീണു, മനുഷ്യന്റെ പ്രത്യാശ മുഴുവൻ നശിച്ചു. ഞാനൊരു കഥ പറയാം. ഒരു പെൺകുട്ടി ലണ്ടനിൽ ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടിയാണ്. അവൾക്ക് 3 വയസ്സായപ്പോഴത്തേന്, അവൾ 4 വയസ്സായപ്പോൾ അവളുടെ കൈ ചെറുതായിട്ട് ഇങ്ങനെ വളഞ്ഞിരിക്കുക. അപ്പൊ മമ്മിയോട് പറഞ്ഞു, മമ്മി എന്റെ കൈക്ക് ഒരു ചെറിയ വളവ് സംഭവിച്ചിട്ടുണ്ട്, എന്നാണെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു. അതിനുശേഷം 6ാമത്തെ വയസ്സിൽ ഇവള് ചെറുതായിട്ട് മുടന്തി നടക്കാൻ തുടങ്ങി. അപ്പോഴും ഇവള് പറഞ്ഞു, അപ്പനും അമ്മയും നോക്കുമ്പോഴത്തേന് ഇവള് നടക്കുന്നുണ്ട്, പക്ഷെ മുടന്തി നടക്കുന്നു. ഇവക്ക് പക്ഷെ ഒരു പ്രോബ്ലവും ഇല്ല, ഇവക്ക് വേദന അറിയുന്നില്ല. 14ാമത്തെ വയസ്സിൽ പക്ഷെങ്കിൽ അത് കണ്ടുപിടിച്ചപ്പോൾ അവളുടെ കാലുകൾക്ക് ഫ്രാക്ചർ ഉണ്ടായതായിട്ടും കാലുകൾ പിന്നെ വെച്ച് കെട്ടി. 14ാമത്തെ വയസ്സിൽ അവളുടെ ശരീരത്തിന്റെ ഒരു ഭാഗം വളരെ ആഴമേറിയ ഒരു പൊള്ളൽ ഏറ്റു. പക്ഷെ അവൾ ഒരു കുഴപ്പവും ഇല്ലാതെ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, എന്റെ മമ്മി, എന്റെ ശരീരത്തിലെ ഒരു ഭാഗം പൊള്ളിപ്പോയി. ഷീ ഡസൻ ഹാവ് എ പെയിൻ, അവക്ക് വേദന അറിയുന്നില്ല. ഡയഗ്നോസ് ചെയ്തപ്പോൾ ലക്ഷത്തിൽ ഒരാൾക്ക് വരുന്ന ഗാംഗ്ലിൻ ന്യൂറോപ്പതി എന്ന് പറയുന്ന ഒരു മാരകമായ അസുഖമാണ് അവർക്ക് ബാധിച്ചിരിക്കുന്നത്. ഷീ ഡസൻ ഹാവ് പെയിൻ, അവക്ക് വേദന അറിയുന്നില്ല. അവൾ വേദന അറിയുന്നില്ല, പക്ഷെങ്കിൽ അവളുടെ ശരീരത്തെ ഓരോ നിമിഷവും പല ഒടിവുകള്, ചതവുകള്, മുറിവുകള്, ആന്തരികങ്ങളെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനേക്കാൾ ഭയാനകമായ ഒരു വേദനയാണ് പാപം എന്ന് പറയുന്ന വിഷം. പാപം മനുഷ്യനെ പതുക്കെ പതുക്കെ കാർന്നു തിന്ന് അവന്റെ ആത്മാവിനെ നിത്യനരകത്തിലേക്ക് പ്രത്യാശയില്ലാത്തവനായി മാറ്റി. ഉൽപ്പത്തി പുസ്തകത്തിൽ ആരംഭത്തിൽ തന്നെ ഒരു സന്തതി സർപ്പത്തിന്റെ തല തകർക്കുമെന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രത്യാശയുടെ പ്രഖ്യാപനം ലോകത്തിന്റെ ആരംഭത്തിൽ തന്നെ കർത്താവ് നമുക്ക് കാണിച്ചു തന്നു, നമ്മളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ആ ഉദാഹരണം നിങ്ങൾക്ക് ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞു. ഇനി അടുത്തത് അവിടെ വേണമെങ്കിൽ 1 തിമോത്തിയോസ് 4-ാം അധ്യായം 2-ാം വാക്യം നമുക്ക് വായിക്കാം. അവിടെ ആ ഭാഗം നമുക്ക് വായിക്കാൻ കൊള്ളാവുന്ന ഒരു വാക്യമാണ്. എന്ന് പറഞ്ഞാൽ അത് കോറിലേഷൻ. എന്നാൽ ഈ പാപം പെരുകി കേട്ടോ. ഈ പാപം പെരുകിയപ്പോഴത്തേന് ദൈവം ഈ പാപത്തിന് ഒരു അറുതി വരുത്തണ്ടേ? പാപത്തിന് അറുതി വരുത്താൻ വേണ്ടി ദൈവം എന്ത് ചെയ്തു നമുക്കറിയാം. നോഹയുടെ കാലത്തുള്ള ജലപ്രളയത്താൽ ദൈവം ഇതിനെ അറുതി വരുത്തുവാൻ വേണ്ടി, ശരിക്കും പറഞ്ഞാൽ നോഹയുടെ ജലപ്രളയം എന്തിനായിരുന്നു? ആർക്കെങ്കിലും ഒരു എക്സാക്ട് ആൻസർ ഞാൻ പഠിപ്പിച്ചതാണോന്ന് എനിക്കറിയത്തില്ല. ദൈവത്തിനെ ഈ കൊച്ചു കുഞ്ഞുങ്ങളെയും എല്ലാരെയും കൊല്ലേണ്ട കാര്യമുണ്ട്? ഈ മുസൽമാന്മാർ പറയുന്ന പോലെ നമ്മുടെ ദൈവം ഇത്രയും ക്രൂരനായ ദൈവമാണോ? ഇതിനൊരു ചോദ്യം, ഒരു മറുപടി, ഒരു ജെനുവിൻ മറുപടി എവിടെ നിന്നെങ്കിലും കിട്ടുവാണെങ്കിൽ എനിക്ക് സന്തോഷമായിരുന്നു. എന്തുകൊണ്ട് ദൈവം ജലപ്രളയത്താൽ ഭൂമിയെ നശിപ്പിച്ചു? ക്യാൻ എനിവൺ
ഒരു ചെറിയ ആൻസർ. നിങ്ങൾ ഇതിന് വലിയ വലിയ വിശ്വാസികളല്ലേ, നിങ്ങളുടെയൊക്കെ മകന്റെ പ്രായം പോലും കാണത്തില്ല ഞാൻ. എങ്കിലും എന്നോടൊന്ന് നമുക്ക് സഹകരിച്ച് സംസാരിക്കാം, കുഴപ്പമില്ല. ഒരു 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 ഉത്തരം കിട്ടുമായിരുന്നെങ്കിൽ എനിക്ക് സന്തോഷമായിരുന്നു. എത്തി നോക്കുന്നത് എന്തിനു വേണ്ടി ആരെങ്കിലും പറയുന്നുണ്ട്? ഒന്ന് പറയാോ, ആരെങ്കിലും പറയാമോ? എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ഒരു ഒരു ക്രൂരത ചെയ്തെന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാനോ? ദൈവം നീതിമാനായതുകൊണ്ടാണ് ശിക്ഷ വരുത്തിയത്. പക്ഷെ ഈ കുഞ്ഞുങ്ങള് അത് ആൻസർ കുഴപ്പമില്ല. പക്ഷെ നമുക്കൊരു ഒരു ഒരു പർട്ടിക്കുലാരിറ്റി വേണ്ടേ? നമുക്ക് എന്തിനും ഒരു കറക്റ്റ് ഒരു പോയിന്റിലേക്ക് നമുക്ക് വരികയാണെങ്കിൽ നമുക്കൊരു കൃത്യം മറുപടി പറയാൻ പറ്റുള്ളൂ. ഷിബു ജേക്കബ് സാറ് അച്ഛനെ വീഡിയോ ഓണാക്കി തോന്നുന്നു. എന്തെങ്കിലും ഒരു ഐഡിയ പറയുവാണെങ്കിൽ സന്തോഷമായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ആശയങ്ങൾ. പാപരഹിതമായ ഒരു തലമുറയ്ക്ക് വേണ്ടി, പാപരഹിതമായ ഒരു തലമുറയ്ക്ക് വേണ്ടി, എന്നിട്ടും പാപത്തിന് ഒരു കുറവില്ല എന്നതിനേക്കാൾ നമ്മളെല്ലാം അതപ്പതിച്ച് അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനത്തിൽ പറഞ്ഞ നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലും ഒരു പറയേണ്ട ഒരു സ്ഥിതിയിലേക്ക് വന്നല്ലോ അല്ലേ? എന്തിനായിരിക്കും കർത്താവ് അങ്ങനെ ഒരു പസലിംഗ് ക്വസ്റ്റ്യൻ അല്ലേ? ദൈവം പറഞ്ഞ വാക്ക് നിറവേറുവാൻ വേണ്ടി, കൽപ്പന ദൈവം പറഞ്ഞായിരുന്നല്ലോ ആദ്യമേ, ഇട്ടത് കയറിയില്ലെങ്കിൽ. ഇതാരാ പറയുന്നത്? സാജു കെ മാത്യു ആണോ? അതെ അതെ. ഓക്കെ ഓക്കെ ഓക്കെ. ദൈവം പറയുന്ന കൽപ്പന അനുസരിക്കാത്തത് കൊണ്ട്. ഓക്കെ. പക്ഷേ നിങ്ങളെ ഞാൻ ഒത്തിരി കൺഫ്യൂസ് ചെയ്യുന്നില്ല. എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞതും ഒരു പരിധി വരെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ശരിയെന്ന് എനിക്ക് തോന്നിയായിട്ടൊരു കാര്യം. ഇനിയിപ്പോ അതിനെ ദേവദാസന്മാർ ചിലപ്പോൾ റെഫ്യൂട്ട് ചെയ്യാനുള്ള സാധ്യത കാണും. എങ്കിലും ഞാൻ പറയാം, ഇതൊരു താർക്കിക വിഷയമാണ്. യു ക്യാൻ ഓൾസോ ആർഗ്യൂ വിത്ത് മീ, നോ പ്രോബ്ലം. ഞാൻ അതിനകത്ത് ഇതില്ല. നമുക്കറിയാം, ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യന്റെ പുത്രന്മാരെ അവര് എടുത്തു. ഷേത്തിന്റെ കാലത്ത് തോന്നിയവരെ അവർ ഭാര്യമാരായി എടുത്തു എന്നാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു മിനിറ്റ് എടുത്തു. മനുഷ്യർ ഭൂമിയിൽ പെരുകി തുടങ്ങി, അവർക്ക് പുത്രന്മാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രന്മാരെ സൗന്ദര്യമുള്ളത് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. ഇതൊരു പാപത്തിന്റെ വലിയൊരു ഒരു എന്നാ പറയുന്നേ, പാപം ആദ്യം ഇൻഡിവിജ്വലിൽ കടന്നു, അതിനുശേഷം കുടുംബത്തിൽ പ്രവേശിച്ചു, ദെൻ ടു ദ സൊസൈറ്റിയിലേക്ക് വരികയാണ്. അതിനുശേഷമാണ് നമുക്ക് അതിനേക്കാളും വലിയ പാപമാണ് എവിടെ നടന്നത്? ബാബേലിൽ. നമുക്കറിയാം. അപ്പം ബാബേലിൽ എന്താ സംഭവിച്ചത് ഞാൻ ഇടയ്ക്ക് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആ ഒരു ഇതിൽ ഞാൻ പറയാം. അക്കാലത്ത് ഭൂമിയിൽ മല്ലന്മാരുണ്ടായിരുന്നു. അതിനുശേഷവും ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യപുത്രന്മാരുടെ അടുക്കൽ ചെന്നിട്ട് അവർ മക്കളെ പ്രസവിച്ചു. ഇവരാകുന്നു പുരാതന കാലത്തെ വീരന്മാർ, കീർത്തിക്കപ്പെട്ട പുരുഷന്മാർ തന്നെ. ഇവരെ പറ്റി പറയുന്നത് നെഫ്ലിംസ് എന്ന പേരാണ്. നെഫ്ലിംസ് നിങ്ങൾക്കറിയാം, ഒരു ജൈജാന്റിക് ഫിഗർ ആണ്. ചരിത്രകാരന്മാർ പറയുന്നത്, ചിലർ പറയുന്നു 30 അടി ഹൈറ്റ് വരെ ഉണ്ടായിരുന്നു. അവരുടെ ഞാൻ മനസ്സിലാക്കുന്നത് നെഫ്ലിംസിന് 16 അടി വരെ ഹൈറ്റ് ഉണ്ടായിരുന്നതായിട്ടും 16 മുതൽ 20 അടി നീളമുള്ള കട്ടിലുകൾ ആർക്കിയോളജിസ്റ്റ് അവർ കണ്ടെടുത്തിട്ടുണ്ട്. ആർക്കിയോളജിസ്റ്റിന്റെ മലയാളം എന്തുവാ? തമിഴ് എനിക്കറിയാം. പുരാവസ്തു ഗവേഷകർ അവരെ തലയോട്ടി നെഫ്ലിംസിന് അടിച്ചു കൊടുത്താൽ മതി, ഗൂഗിളിനകത്തൊക്കെ ഉണ്ട്. അവരെ പറ്റി നല്ലൊരു പുസ്തകം കൂടെ, ഞാനത് മറന്നുപോയി ആരെ എഴുതിയെന്ന്. നെഫ്ലിംസ് എന്ന് പറഞ്ഞൊരു നല്ല പുസ്തകമുണ്ട്. അവരുടെ ഒരു നല്ല സ്റ്റഡി നടക്കുന്നത്. എൻ്റെ ഒരു പുസ്തകം ഇരിപ്പുണ്ട്. അത് പൈസ കൂടുതലായതുകൊണ്ട് ഇവര് ഭൂമിയിൽ പെരുകി തുടങ്ങിയെന്നാണ് നമുക്ക് 6-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിലുള്ള വാക്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അക്കാലത്ത് ഭൂമിയിൽ മല്ലന്മാരതിനു ശേഷം ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യപുത്രന്മാർ അടുക്കൽ ചെന്നിട്ട് അവർ മക്കളെ പ്രസവിച്ചു. ഇവരാകുന്ന പുരാതന കാലത്ത് വീരന്മാർ, കീർത്തിക്കപ്പെട്ടു. ഇവര് ഒരു ജൈജാന്റിക് ഫിഗേഴ്സ് ആണ്. ഇവര് ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യരുടെ
ആ ഒരു രൂപത്തെ ഇല്ലെങ്കിൽ ആ ഒരു ജീനെ തന്നെ കറപ്റ്റഡ് ആക്കി കഴിഞ്ഞു, കറപ്റ്റഡ് ആയിപ്പോയി. ഇനി അവർ ജീവിച്ചിരിക്കുവാണെന്നുണ്ടെങ്കിൽ ലോകത്തിൽ ഇവരെ നിയന്ത്രിക്കാൻ കഴിയത്തില്ല എന്നുള്ള, ഇവര് ലോകത്തിൽ ഉണ്ടായിക്കൂടാ. നമുക്ക് കനാന്യ മല്ലന്മാരെന്ന് പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഇവരുടെ അവശേഷിപ്പുകൾ. ദൈവം പക്ഷെങ്കിൽ പൂർണ്ണമായിട്ടും ഇവരുടെ ഒരു കറപ്ഷൻ ജനങ്ങളിലേക്ക്, കോമൺ ആൾക്കാരിലേക്ക് ഇത് പടർന്നു എന്ന് കണ്ടായിരിക്കണം ദൈവം ഒരു മുഴുവനായിട്ട് വാഷ് ഔട്ട് ചെയ്തത് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് നിങ്ങൾ എങ്ങനെ എടുക്കുന്ന എനിക്ക് അറിയത്തില്ല. എന്റെ പേഴ്സണൽ ആയിട്ടുള്ള സ്റ്റഡിയിൽ എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഗോഡ് മൈറ്റ് ബി വാഷ് ഔട്ട് ദി ഹ്യൂമാനിറ്റി ബിക്കോസ് ഇറ്റ് ഹാസ് ബീൻ കറപ്റ്റഡ്. ഇറ്റ് ഹാഡ് ബീൻ കറപ്റ്റഡ് ബിക്കോസ് ഓഫ് ദിസ് നെഫ്ലിംസ്. ഈ നെഫ്ലിംസ് ഇല്ലെങ്കിൽ മല്ലന്മാർ കാരണം ലോകത്തിന്റെ ദൈവീക പദ്ധതിയിൽ തന്നെ കളങ്കം വരുത്തിയത് കൊണ്ടാണ് ഇവര് ദൂതന്മാരുടെ ആണല്ലോ കൊഹാബിറ്റേഷൻ ഉണ്ടാകുന്നത്. ഇവര് ദൈവത്തിന്റെ പുത്രന്മാർ. അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവര് മനുഷ്യന്മാരല്ല, ഇവര് വീണുപോയ ദൂതന്മാരാണ്. അവരാണ് സ്ത്രീകളെ ആയിട്ട് ഉള്ള ബന്ധത്തിൽ ഏർപ്പെടുകയും ഇവർക്ക് ഇങ്ങനെ മല്ലന്മാർ ഉണ്ടാകുകയും ചെയ്തത്. അത് വാഷ് ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് ദൈവം മുഴുവനായിട്ട് ജലപ്രളയം കൊണ്ടുവന്ന് നശിപ്പിച്ചത്. എന്തെങ്കിലും സംശയമുണ്ടോ? ആരോ സംശയമുള്ള പോലെ തോന്നുന്നുണ്ട്. അല്ല സാറേ, ദൂതന്മാര് അവർക്ക് ലിംഗ വ്യത്യാസം ഇല്ലല്ലോ. ഇതൊരു വലിയ ആർഗ്യുമെന്റഡ് ക്വസ്റ്റ്യൻ ആണ്. ദൈവത്തിന്റെ പുത്രന്മാർ ആരാണെന്നുള്ളതാണ്. അത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇത് മനുഷ്യരുടെ ആത്മാവിനോട് ദൈവം സദാകാലത്തും ബാധിക്കുകയില്ലെന്ന് അടുത്ത വാക്യം പറയുമ്പോൾ ചില ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇത് മനുഷ്യന്മാരാണ് എന്ന് പറയുന്നവരുണ്ട്. പക്ഷെങ്കിൽ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് സങ്കീർത്തന പുസ്തകത്തിൽ കാണുന്നുണ്ട്, എസേക്കിയേൽ കാണുന്നുണ്ട്. ഇവരെല്ലാം തന്നെ വിശേഷിപ്പിക്കുന്ന ദൈവത്തിന്റെ പുത്രന്മാർ തന്നെയാണ്. യോബിന്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. അവിടെയൊന്നും മനുഷ്യരായിട്ട് നമുക്ക് ഇവരെ കാണാൻ കഴിയത്തില്ല. ഇവരെ പഴയ നിയമ പിതാക്കന്മാർ, ഏൻഷ്യൻ നിയർ ഈസ്റ്റേൺ ആൾക്കാർ മനസ്സിലാക്കിയത് ഇത് ഏഞ്ചൽ, ഫോളൻ ഏഞ്ചൽ, വീണുപോയ ദൂതന്മാരാണ് എന്നുള്ളത് തന്നെയാണ്. അവരില് എങ്ങനെയാണ് അവർക്ക് പ്രൊക്രിയേഷൻ നടന്നത്, ഇല്ലെങ്കിൽ പ്രത്യുൽപാദന ശേഷി എങ്ങനെയാണ് ഉണ്ടായിരുന്നത്, എങ്ങനെയാണ് നടന്നതെന്ന് എന്നോട് ചോദിച്ചാൽ അത് കൃത്യമായ മറുപടി എനിക്ക് പറയാൻ സാധിക്കത്തില്ല. പക്ഷെ ഐ ബിലീവ്, ഞാൻ വിശ്വസിക്കുന്നത് ദൂതന്മാർ തന്നെയാണ്. നമുക്ക് അതിനെപ്പറ്റി പിന്നീടൊരു ചർച്ചയാവാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ആ ചർച്ച അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ അത് വലിയ ചർച്ചയാവും. നമുക്ക് അതിനെപ്പറ്റി ദൈവത്തിന്റെ പുത്രന്മാരാണെന്നുള്ള ഒരു പഠനം തന്നെ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പക്ഷെങ്കിൽ മല്ലന്മാരുണ്ടായിരുന്നുള്ളതാണ് അതിനൊരു കൺക്ലൂഷൻ. അവര് നെഫ്ലിംസ് എന്നാണ് അറിയപ്പെടുന്നത്. അവരെ ഉൾപ്പെടെ വാഷ് ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് ദൈവം മുഴുവനായിട്ട് ജലപ്രളയം കൊണ്ടുവന്ന് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവത്തിന് വേണ്ടി മാത്രം ഈ ഭൂമിയിൽ ഒരു അവശേഷിപ്പ് കൊണ്ടുവന്നത് ആ ദൈവത്തിന്റെ പദ്ധതി ആയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പിന്നെ രണ്ടാമത് വേറൊരു കാര്യം കൂടെ പറയട്ടെ. യൂണിവേഴ്സൽ ഫ്ലഡ് ആണോ അതോ ഇസ്രായേലിൽ മാത്രം നടന്നൊരു ഫ്ലഡ് ആണോ എന്നും രണ്ട് വാദങ്ങളുണ്ട്. ഇറ്റ് ഈസ് നോട്ട് യൂണിവേഴ്സൽ ഫസ്റ്റ്. ലോകം മുഴുവൻ ജലപ്രളയത്തിൽ പോയിട്ടില്ല എന്നൊരു വാദമുണ്ട്. കാരണം അരാരാത്ത് പർവ്വതം മാത്രം 40 ദിവസം മഴവെള്ളം താന്ന് അരാരാത്ത് പർവ്വതം മാത്രമാണ് പൊങ്ങി വന്നതെങ്കിൽ അതിനേക്കാൾ ഹൈറ്റ് കൂടിയ പർവ്വതങ്ങൾ വേറെയുണ്ട്. 40 ദിവസത്തിന്റെ മഴ, 40 രാവും 40 പകലും പെയ്ത മഴ, ലോകത്തില് ഏറ്റവും ഹൈയസ്റ്റ് ആയിട്ടുള്ള എവറസ്റ്റ് പോലുള്ള കൊടുമുടികൾ താഴാനുള്ള സാധ്യത ഇല്ല. അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് യൂണിവേഴ്സൽ. ഇത് ഭൂലോകം മുഴുവനുള്ള ഒരു ഫ്ലഡ്. ഞാൻ നിങ്ങളെല്ലാം കുഴപ്പിക്കുകയല്ലേ? നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയാ കേട്ടോ. നമ്മളെല്ലാരും തിയോളജി പഠിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതല്ലേ. ഇതെല്ലാം കേട്ട് നമ്മള് എന്തെങ്കിലും എന്താ പറയാ മഗപ്പ് ചെയ്യാനോ വിഴുങ്ങാൻ വേണ്ടി വന്നവരല്ല. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയാണ് ആശയങ്ങൾ കൂടുതൽ ഉരുത്തിരിഞ്ഞ് വരട്ടെ. അങ്ങനെ ഒരു വാദമുണ്ട്. എന്നോട് ചോദിച്ചാൽ ഞാൻ അതിന് മറുപടി ഞാൻ പറയത്തില്ല. കാരണം അബുസാറും ഷാജൂസി പാസ്റ്റർ എന്നെ പുറത്താക്കും. അതുകൊണ്ട് ഞാൻ വ്യക്തിപരമായി സ്വീകരിക്കുന്ന മറുപടി ഒന്നും ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ല. എനിവേ, ഇത് അങ്ങനെ ഒരു വാദമുണ്ട് എന്നുള്ളതും കൂടെ നിങ്ങൾ മനസ്സിലാക്കി. അല്ല സാറേ, ഇതിനകത്ത് ഉൽപ്പത്തിയില് 7-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ പറയണത് ആകാശത്തിന് കീഴ് എങ്ങുമുള്ള ഉയർന്ന പർവ്വതങ്ങളൊക്കെയും മൂടിപ്പോയിന്ന. ഓക്കെ, അപ്പൊ യൂണിവേഴ്സൽ ആയിരിക്കാം. കീഴെന്ന് പറയുമ്പോൾ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. ഈ ആകാശത്തിന് കീഴെന്ന് പറയുമ്പോൾ അന്നത്തെ ആ ജനങ്ങൾക്ക് ഇസ്രായേൽ എന്ന് പറയുന്ന ആ
ചുറ്റും കടലിൽ ചുറ്റിക്കിടക്കുന്ന അല്ലെങ്കിൽ ചുറ്റിക്കിടക്കുന്ന ആ ദേശത്തിന്റെ അപ്പുറത്ത് എന്താണെന്ന് അവർക്ക് അറിയാനുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടായിരുന്നോ എന്നുകൂടെ പരിശോധിക്കണം. അതിന്റെ തെളിവ് ഞാൻ പറയാം. അതിന്റെ തെളിവിന് 139-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഉഷസിൽ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്ന് പറത്താൻ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും, നിന്റെ വലം കൈ എന്നെ പിടിക്കും. ശരിക്കും പറഞ്ഞാൽ ദാവീദിന്റെ വരെയുള്ള സമയങ്ങളില് ഭൂമിയുടെ അറ്റം അതിനപ്പുറത്തോട്ട് സമുദ്രത്തിന്റെ അപ്പുറത്തോട്ട് ഒന്നും ഉണ്ടാകത്തില്ല എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു എന്ന് 139-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം. കാരണം അവരുടെ വേൾഡ്, അവരുടെ ലോകം എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന ആ ഒരു ഇത് മാത്രമാണ് എന്നുള്ള ചിന്താഗതിയാണ്. അതുകൊണ്ടാണ് ആകാശത്തിന്റെ കീഴിൽ ഇത് എന്നുള്ള ആ പദം വന്നത് എന്നും. ഇത് ആർഗ്യുമെന്റ് കേട്ടോ, വാദമാണ് എന്നും ഞാൻ പറയുന്നു. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ പുസ്തകത്തിലേക്ക് നമുക്ക് വരുന്നത് ഉൽപ്പത്തി പുസ്തകത്തിന്റെ പഠനമല്ല. തീർച്ചയായിട്ടും എനിക്ക് അവസരം തരികയാണെന്നുണ്ടെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 1 മുതൽ 11 വരെ നമുക്ക് കൃത്യമായിട്ട് ചർച്ച ചെയ്ത് തന്നെ പഠിപ്പിച്ചു പോവാം. അത് പിന്നീട് ഒരിക്കലാകാം. ദൈവം നമ്മളെ സഹായം. നമ്മുടെ കോമ്യൂണിറ്റിയിലേക്ക് വരാം. ഓക്കെ, അപ്പം ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് പറയുമ്പോൾ ഈ ഒരു കയോട്ടിക്, ഒരു കുഴഞ്ഞു മറഞ്ഞ സാഹചര്യമാണ് ദൈവം ഇതിനെ നശിപ്പിക്കുവാൻ വേണ്ടി ഫ്ലഡ് അല്ലെങ്കിൽ എന്താ പറയുന്നത്, ജലപ്രളയം കൊണ്ട് നശിപ്പിച്ചു എന്ന് വേണം നമുക്ക് പറയാം. അപ്പം ചെറിയൊരു സംശയം ഉണ്ടായിരുന്നേ, പറഞ്ഞു ഈ നെഫിലീംസ് എന്ന് പറഞ്ഞ ആ ഒരു പരാമർശമേ, വീണ്ടും നമ്മള് ഇസ്രായേൽ മക്കള് കനാൻ ദേശം ഉറ്റു നിൽക്കാൻ പോയപ്പോൾ അവിടെ ഞങ്ങൾ അനാക്കി മലന്മാരെ കണ്ടു. അങ്ങനെ ഒരു പരാമർശം കാണുന്നുണ്ടല്ലോ. അതാ ഞാൻ പറഞ്ഞത്, ദൈവത്തിന്റെ ഉദ്ദേശങ്ങളെല്ലാം ദൈവത്തിന്റെ പർപ്പസിനകത്ത് തെറ്റ് പറ്റത്തില്ല. ദൈവം ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ പിന്നെ വീണ്ടും അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ജലപ്രളയത്തിൽ അങ്ങനെ നശിച്ചു പോയെങ്കിൽ വീണ്ടും ഇതേ സംഭവം തന്നെ ഇവിടെ ഉണ്ടായതായിട്ടില്ല നമ്മൾ കാണുന്നത്. അതായത് സംഖ്യാപുസ്തകം 14-ാം അധ്യായം 13-ാം അധ്യായത്തിന്റെ 32-33 നമ്മൾ കാണുന്നത്. സംഖ്യാപുസ്തകം അവര് ഉറ്റുനോക്കാൻ പോയപ്പോൾ ഞങ്ങൾക്ക് വെട്ടിക്കിളികളെ പോലെ ഞങ്ങൾ തോന്നി. ആ ഭാഗം അവിടെ ഞങ്ങൾ മല്ലന്മാരുടെ സന്തതികളായ അനാക്യമന്മാരെയും കണ്ടു എന്നാണ് പറയുന്നത്. ഞാൻ അതാണ് പറഞ്ഞത്. And there we saw Nephilim, the son of Ad, who came from the എന്നാണ് പറയുന്നത്. ഞാൻ ആദ്യം തന്നെ അതാ പരാമർശിച്ചത്. ഞാൻ അത് ആദ്യം പറഞ്ഞ അതാണ്. The whole world was corrupted. മൊത്തം കറപ്റ്റഡ് ആയി പോയി. പക്ഷെങ്കിൽ ദൈവത്തിന് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത പറഞ്ഞാൽ നമുക്ക് ഒരു എന്നാ പറയുന്നത്, ഒരു ജീൻ, ദൈവം ഉദ്ദേശിക്കുന്ന ഒരു ജീൻ മുഴുവനും കറപ്റ്റഡ് ആയി പോകാൻ കർത്താവ് സമ്മതിക്കാത്തതിന്റെ ഒരു താല്പര്യപ്രകാരമാണ് കർത്താവ് ഫ്ലഡ് കൊണ്ടുവന്നത്. അപ്പോഴും ദൈവത്തിന്റെ ഉദ്ദേശം തനിക്ക് വേണ്ടി ഒരു ജനതയെ വേർതിരിക്കണം എന്നുള്ള ഉദ്ദേശമാണ്. അതുകൊണ്ടാണ് നോഹയെ കർത്താവ് വേർതിരിച്ചത്. അപ്പോഴും ഇവര് റെംനൻസ്, അവരുടെ റെംനൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യൂണിവേഴ്സൽ ഫ്ലഡ് ആയിരുന്നു എന്ന് പോലും നമുക്ക് കൺക്ലൂഷൻ ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം അതാണെന്ന് ഞാൻ മനസ്സിലായോ? യൂണിവേഴ്സൽ അതുകൊണ്ടാണ് എന്റെ കൺക്ലൂഷൻ ഞാൻ പറയാൻ. അതുകൊണ്ടാണ് യൂണിവേഴ്സൽ ഫ്ലഡ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് യൂണിവേഴ്സൽ ഫ്ലഡ് ആണെന്ന് കൺഫർമേഷൻ ഞാൻ അത് ഒത്തിരി വാദങ്ങളുണ്ട് അതിന്റെ അകത്ത്. ഞാൻ പേഴ്സണലായിട്ട് ഞാൻ വിശ്വസിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. പ്രോബബ്ലി ലോകം മുഴുവൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ആൻസർ വേറെ കണ്ടുപിടിക്കേണ്ട വരുമായിരിക്കും. അങ്ങനെ മുഴുവനാണെങ്കിൽ ഇവർ വരാൻ സാധ്യതയില്ല അല്ലേ? അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ ഇപ്പൊ പാവം വരരുന്നതാണ്. അങ്ങനെയാണ് ഷിബു ജേക്കബ് ആദ്യം പറഞ്ഞത്. ദൈവത്തിന്റെ ഉദ്ദേശം അവിടെ വെച്ച് തന്നെ തെറ്റിപ്പോയില്ലേ? അത് ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയത്തില്ല. പക്ഷെങ്കിൽ ദൈവത്തിന്റെ സ്വന്തം ജനത്തിനെ ദൈവത്തിന് മാറ്റി നിർത്തണം. അതിന് ദൈവത്തിന് എപ്പോഴും ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അപ്പം അത് ഇസ്രായേൽ മക്കളില് ദൈവം നടത്തി. പിന്നെ ഇപ്പം ദൈവത്തിന്റെ സഭയെ കർത്താവ് മാറ്റി നിർത്തിയിരിക്കുകയാണ്. അത് ചരിത്രത്തിൽ നമുക്ക് ഇങ്ങനെ ഓരോ പാർട്ടായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയും. ഈ ഒരു റെംനൻസ് എന്നുള്ള, റിമൈനിങ് റെംനൻസ് എന്നുള്ള ആ ഒരു പദം, അതൊരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ആണ്. എനിവേ, ഞാൻ ഒരു പോർഷൻ പതുക്കെ ഏത് കാലത്തും ഒരു ശേഷിപ്പ് ഉണ്ടാവൂലോ.
ശേഷി ഉണ്ട് ഉണ്ട്. അവിടെ എന്നാ പറയുന്നേ, എന്നാ, അയ്യോ ഞാനത് മറന്നുപോയല്ലോ. എത്ര പേരാ ഏലിയാവിന്റെ സമയത്താണോ ബാലിന് അതെ. വണങ്ങാത്തവരെ ദൈവം 7,000 ശേഷിപ്പിച്ചു. പേര്. ആ ദൈവം ശേഷിപ്പിച്ചു തന്നെയാണ് അവിടെ. ഇസ്രായേൽ മക്കളുടെ കൂട്ടത്തിലുള്ളവരെയാണ് പറയുന്നത്. ദൈവം ശേഷിപ്പിച്ചു. അപ്പം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു, പക്ഷെ ഒരു ശേഷിപ്പുണ്ടായിരുന്നു, ശേഷിച്ചു. ഇനി എസെക്കേൽ പ്രവചനത്തില് പറയുന്ന എന്താ? നിന്റെ തലമുടി മുഴുവൻ ക്ഷൗരം ചെയ്യണം, അത് 4ആയിട്ട് വിഭജിക്കണം. കുറച്ച് മുടിയെടുത്ത് അത് കാറ്റിൽ പറത്തണം, കുറച്ച് മുടിയെടുത്ത് അത് തീയിലിട്ട് ചുട്ടുകളയണം, കുറച്ച് മുടിയെടുത്ത് വടി കൊണ്ട് അടിക്കണം. എന്താണ് ദൈവമേ എന്ന് ചോദിച്ചപ്പോൾ, ഇസ്രായേൽ ജനത്തെ ഞാൻ കാറ്റിൽ പറത്തും, ഇസ്രായേൽ ജനത്തെ ഞാൻ തീ കൊണ്ട് നശിപ്പിക്കും, ഇസ്രായേൽ ജനത്തെ ഞാൻ വാളുകൊണ്ട് അടിച്ച് നശിപ്പിക്കും. അപ്പോഴും പറയുന്നുണ്ട്, കുറച്ച് മുടിയെടുത്ത് നിന്റെ വസ്ത്രത്തിന്റെ അഗ്രത്തിൽ കെട്ടിവെക്കണം, അത് ഞാൻ എന്റെ ജനമായിട്ട് ഞാൻ സൂക്ഷിക്കുന്ന ജനമാണെന്ന് ദൈവം അവിടെ വെച്ച് തന്നെ ഒരു ശേഷിപ്പിന്റെ കാര്യം പറയുകയാണ്. ഗോഡ് ഹാസ് ഓൾവേസ് എ സർട്ടൻ പ്ലാൻ ഫോർ, എന്നാ പറയുന്നത്, ഒരു ശേഷിപ്പിന് വേണ്ടി ദൈവത്തിന് ഒരു പ്രത്യേക പദ്ധതി ഉണ്ട്. അത് ദൈവത്തിന്റെ സഭയിലൂടെയാണ്. അത് റോമാലേഖനത്തിൽ വായിക്കുന്നത്, ഇസ്രായേലിന്റെ തെറ്റ്, അല്ലെങ്കിൽ ഇസ്രായേൽ തെറ്റിപ്പോയത് ജാതികളുടെ ധനവും ഐശ്വര്യവും എന്നാണ് പറയുന്നത്. ജാതികളുടെ ധനവും ജാതികളുടെ ഐശ്വര്യവുമാണ്. അപ്പൊ എത്രമാത്രമാണ് ദൈവത്തിന് നമ്മളെ പറ്റിയുള്ള കൺസേൺ എന്നുള്ളതാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ മുന്നോട്ട് പോകാം. നമ്മുടെ ഈ പ്രളയം ഭൂമിയിൽ മൊത്തമല്ല, ഒരു പ്രാദേശികമായ പ്രളയമാണെന്നാണോ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത്? അയ്യോ, ഞാൻ അങ്ങനെ പറയത്തില്ല. ദയവ് ചെയ്ത് എന്റെ കൺക്ലൂഷൻ ചോദിക്കരുത്. ഞാൻ ഒരിക്കലും അത് പറയത്തില്ല. ഒരു ആർഗ്യുമെന്റ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ദർ ഇസ് എൻ ആർഗ്യുമെന്റ്. ഇത് തിയോളജിക്കൽ. യഹോവയായ ദൈവം പറഞ്ഞു, ഞാൻ മനുഷ്യനെ ഭൂമിയെ നശിപ്പിക്കുകയില്ല. ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും വർഷവും രാവും പകലും നിന്നു പോകുകയുമില്ല. അപ്പൊ ദൈവം സംസാരിക്കുമ്പോൾ ഭൂമിയോടുള്ള ബന്ധത്തിലാണ് പറയുന്നത്, അല്ലാതെ ഇസ്രായേലിലെ ഒരു രാജ്യത്തോടുള്ള ബന്ധത്തില് ഒരിക്കലുമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് അതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞത് മോശ എഴുതുന്ന പുസ്തകമാണ്. ഇസ്രായേൽ ജനം എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളതാണ് നമ്മൾ ആദ്യം കാണുന്നത്. ഇപ്പൊ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന് തല തകർക്കും. നമ്മൾ ഇവിടെ കിടന്നിട്ട് ഘോരഘോരം പ്രസംഗിക്കുന്നുണ്ട്, യേശുവാണെന്ന് പറയുന്നുണ്ട്. അന്നത്തെ ഇസ്രായേൽ ജനം ഫസ്റ്റ് ഓഡിയൻസ് ഇത് എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഡിയൻസ് എങ്ങനെ മനസ്സിലാക്കി എന്നതാണ്. ആകാശത്തില് ഇത് എങ്ങനെ സ്വീകരിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജനസിസ് തൊട്ടാൽ സബ്ജക്റ്റിലോട്ട് മുന്നോട്ട് പോകാം പാസ്റ്റർ. ഇത് നമുക്ക് സബ്ജക്ട് ഇത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ് ടേക്ക് ടു മച്ച് ടൈം, യു നോ. ഹലോ, പത്രോസിന്റെ ലേഖനത്തിലായിട്ട് പറഞ്ഞില്ലേ, അന്നത്തെ ഭൂമി നശിപ്പിച്ച പോലെ ഇനി ഭൂമി വെള്ളം കൊണ്ട് നശിപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ ഭൂമി മുഴുവനായിട്ടല്ലേ? പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു വാക്യമുണ്ടല്ലോ, കാലത്ത് ഭൂമി. കേൾക്കാൻ പറ്റുന്നില്ല, സ്റ്റക്കായി നെറ്റില്ലാന്ന് തോന്നുന്നു, നെറ്റ് കുറഞ്ഞെന്ന് തോന്നുന്നു. സോറി, എനിക്കൊരു കോൾ വന്നു, അതുകൊണ്ടാണ്. ഒന്ന് പറയാവോ? ഞാൻ കേട്ടില്ല. അല്ല, നമ്മള് പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഈ പണ്ടുള്ള ഭൂമി വെള്ളത്താൽ നശിപ്പിച്ചതും ഇനിയുള്ളത് തീക്കായി സൂക്ഷിച്ചിരിക്കുന്നതും പറയുന്നുണ്ട്. ഇത് പോൾ വേൾഡ് അല്ല, യൂണിവേഴ്സ് മൊത്തമായിട്ടല്ലേ മുങ്ങിപ്പോയതെന്നാണ് ചോദിച്ചത്. പത്രോസിന്റെ ലേഖനത്തില് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ക്രിസ്ത്യൻ വേൾഡിൽ ഒരു ആർഗ്യുമെന്റ് ആണ്. നമുക്ക് പല ചോദ്യങ്ങൾക്കും ഒരു യുക്തമായ മറുപടി പറയാൻ സാധിക്കുമെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഓഡിയൻസ് ആരായിരുന്നു എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് നോക്കണം. ഫസ്റ്റ് ഓഡിയൻസ്, ഇല്ലെങ്കിൽ ആ ഓഡിയൻസ് ആരാണ്, അപ്പം അവരുടെ വിശ്വാസ സംഹിത എന്താണ്. ഞാൻ പറയട്ടെ, ഈ മോശയുടെ ഞാൻ ആദ്യം ഏലോഹിമിൽ തുടങ്ങേണ്ടതാണ്. പക്ഷെ ഏലോഹിമൊക്കെ പദം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നിർക്കാൻ പോലും നമുക്ക് സാധിക്കത്തില്ല. കാരണം അവരെങ്ങനെയാണ് ഏലോഹിം ദൈവത്തെ വിശ്വസിച്ചിരുന്നു എന്നുള്ളത് പോലും ക്വസ്റ്റ്യനബിൾ ആണ്. മനസ്സിലായോ? അപ്പം അവർക്ക് കേട്ടുകേൾവി ഇല്ലാത്തൊരു കാര്യമാണ് മോശ ആരംഭിക്കുന്നത്. ഇപ്പം നമ്മൾ ഇരുന്നു കൊണ്ട് ശാസ്ത്ര ലോകം ഇത്രയും വളർന്നതിന് ശേഷം ഈ ചർച്ചയ്ക്ക് പ്രാധാന്യം ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെങ്കിൽ ദ ഫസ്റ്റ് ഓഡിയൻസ്, ആദ്യം ഇത് കേൾക്കുന്ന, ആദ്യം ജീവിച്ചിരിക്കുന്ന ജനങ്ങൾ ഇതെങ്ങനെ മനസ്സിലാക്കി എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അറിവിന് വേണ്ടി ഒരു ഇംഗ്ലീഷ് ഓതറിന്റെ പുസ്തകം ഞാൻ പരിചയപ്പെടുത്താം. പക്ഷെ അദ്ദേഹത്തിനെ റെഫ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ
ഒത്തിരി ഓർത്തഡോക്സ് നമ്മുടെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ കൺസർവേറ്റീവ് ആയിട്ടുള്ള ദൈവദാസന്മാർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇവാഞ്ചലിക്കൽ സ്കോളേഴ്സ് ആയിട്ടുള്ളവർ ഒത്തിരി പേര് വിമർശിച്ചിട്ടുണ്ട്. ഞാനീ പറയും, ഇപ്പൊ എന്നെ വിമർശിക്കുന്ന പോലെ, എന്നോട് ചേരാൻ കഴിയാത്ത രീതിയിൽ സംസാരിക്കുന്ന പോലെ, ഞാൻ നിങ്ങളെ പിണങ്ങി ആണെന്ന് പറയുന്നില്ല, അങ്ങനെ പറയുന്ന പോലെ തന്നെ ജോൺ എച്ച് വോൾട്ടൺ എന്ന് പറയുന്ന ദൈവദാസനെതിരെ, അദ്ദേഹത്തിന്റെ പുസ്തകത്തിനെതിരെ ഒത്തിരി വിമർശനമുണ്ട്. വിമർശിക്കാം, പക്ഷെങ്കിൽ അതിന് മറുപടി ആരും പറഞ്ഞിട്ടില്ല. ഈ പറയുന്നത്, ഞാൻ പറയുന്നതിന്റെ വിമർശിക്കാൻ 100 വാക്കുകൾ നമുക്ക് കിട്ടും, പക്ഷെ കൺക്ലൂസീവായിട്ടൊരു ആൻസർ ആണ് നമുക്ക് വേണ്ടത്. ഞാൻ പറഞ്ഞത് അത്രേ ഉള്ളൂ. അത് ഇപ്പൊ എന്നോട് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനു വേണ്ടി സെപ്പറേറ്റ് ആയിട്ടൊരു ക്ലാസ് നമുക്ക് എടുത്ത് നമുക്ക് കാര്യങ്ങൾ നമുക്ക് ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവരാം. പക്ഷെങ്കിൽ അത് അതിനുവേണ്ടി തന്നെ നമുക്ക് മാറ്റി വെക്കേണ്ടി വരും. ഇതേപോലെ തന്നെ അത് റെഫ്യൂട്ടേഷൻ, നിങ്ങൾക്ക് എന്റെ കാര്യം ഞാൻ കൺക്ലൂഷൻ ആണെന്ന് പറയാൻ കഴിയത്തില്ല, നിങ്ങളുടെ കാര്യങ്ങൾ കൺക്ലൂഷൻ അല്ല എന്ന് എനിക്ക് തെളിയിക്കാൻ പറ്റും. ഇത് ഇപ്പോഴും ദൈവശാസ്ത്ര വേൾഡില് ഇതൊരു തർക്കമായിട്ട് തന്നെ നിൽക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് എന്റെ കൺക്ലൂഷൻ ഞാൻ പറയത്തില്ല എന്ന് പറഞ്ഞതിന്റെ ഞാൻ കാര്യം. സാറേ ആ വെള്ളം എവിടെ പോയെന്നുള്ള സാറേ ആ വെള്ളം എവിടെ പോയെന്നുള്ളൊരു ചോദ്യം ഭയങ്കര ഇതായിട്ട് വരും. വെരി ഗുഡ് ക്വസ്റ്റ്യൻ, വെരി ഗുഡ് ക്വസ്റ്റ്യൻ, വെരി ഗുഡ് ക്വസ്റ്റ്യൻ. അതാണ് ഒത്തിരി പേർക്ക് സംശയം, അതാണ് നമുക്ക് സംശയം ഉണ്ടാക്കുന്നത്. അത് മീതെയുള്ള വെള്ളവും താഴെയുള്ള വെള്ളവും. അതാണ് അത് മഴ വരുന്നതിന് മുമ്പ് ഈ വെള്ളം എവിടെ പോയെന്നുള്ളതാണ്. അതൊക്കെയാണ് പലതും മറുപടി പറയാൻ നമുക്ക് പറയുമ്പോൾ ഇത് യൂണിവേഴ്സൽ അല്ല എന്നുള്ള കൺക്ലൂഷനിലേക്ക് ചിലർ വരുന്നത്. എന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ പറയത്തുമില്ല. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ഭൂമി മുഴുവൻ നശിച്ചത് തന്നെയാ. പൗലോസ് പേടിക്കണ്ട. പക്ഷെങ്കില് ഇതിങ്ങനെയും കൂടെ ഒരു ആർഗ്യുമെന്റ് ഉണ്ടെന്ന് നമ്മൾ തിയോളജി പഠിക്കുന്നവരാണല്ലോ, അത് ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. എനിവേ, അപ്പം നമ്മുടെ ചാപ്റ്ററിലേക്ക് വരാം. അപ്പം ഇപ്പൊ നമുക്ക് എന്നാ പറയുന്നേ, ഒരു ഡിക്ലറേഷനിലൂടെ ദൈവത്തിന്റെ പ്രത്യാശ ലോകത്തിൽ വന്നു. ഇനി മൂന്നാമത്, ദൈവം ഈ പ്രത്യാശ നഷ്ടപ്പെട്ട സമയത്ത് ദൈവം ഒരു ഉടമ്പടി കൊണ്ടുവരികയാണ്. ദ ഷുവറിറ്റി ഓഫ് ഹോപ്പ്. ദൈവത്തിന്റെ ഉടമ്പടിയിലൂടെ ദൈവം ഈ പ്രത്യാശ സ്ഥാപിക്കുകയാണ്. അല്ലെങ്കിൽ ഈ പ്രത്യാശ എന്നുള്ള വാക്കിനേക്കാൾ ഹോപ്പ്, അത് ഇംഗ്ലീഷ് കുറച്ചും കൂടെ നല്ല പദമാണ്. ആ ഹോപ്പ് സ്ഥാപിക്കുകയാണ്. ചാപ്റ്റർ 15 15-ാം അധ്യായത്തിലാണ് ദൈവം അത് സ്ഥാപിക്കുന്നത്. ഇനി ഈ പെർസ്വേഷൻ ഓഫ് ദ ഹോപ്പ്, ഈ പ്രത്യാശ കൈവരിക്കുന്ന 4 ചരിത്ര പുരുഷന്മാരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഹോപ്പ് പെർസ്വേഡ് ചെയ്യുന്ന 4 ചരിത്ര പുരുഷന്മാർ. 1 അബ്രഹാം, 2 യാക്കോബ്, 3 അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, 4 യോസേഫ്. അങ്ങനെ ഏറ്റവും അവസാനമായിട്ട് പെർസുവേഷൻ, അല്ലെങ്കിൽ പിന്തുടരുക. ഈ പെർസുവേഷന് ശേഷം ഏറ്റവും 50-ാമത്തെ ചാപ്റ്റർ നമുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ദ പ്രോസ്പെക്ട് ഓഫ് ഹോപ്പ് ബിയോണ്ട് ദ കോഫിൻ. ഈ പുസ്തകം അവസാനിക്കുന്നത്, ഞാനൊരു എൻഡിങ്ങിന്റെ ഒരു പ്രസംഗത്തിന്റെ എൻഡിങ് കൂടെ പറയാം. 2 എൻഡിങ് ആണ്, കോമഡി എൻഡിങ് ആൻഡ് ട്രാജഡി എൻഡിങ്. ഇത് ഒരു പ്രസംഗശാസ്ത്ര പദങ്ങളാണ്, കോമഡി എൻഡിങ് ആൻഡ് ട്രാജഡി എൻഡിങ്. നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം. കോമഡി എൻഡിങ് എന്ന് പറഞ്ഞാല് എന്നാ പറഞ്ഞേ, ചിരിച്ച് മറിച്ച് കളിച്ച് അവസാനിക്കുന്നതല്ല, ഒരു ഹാപ്പി എൻഡിങ്. അതാണ് ഒരു ഹാപ്പി എൻഡിങ്. ട്രാജഡി എൻഡിങ് എന്ന് പറഞ്ഞാല് ചില സിനിമകളാകട്ടെ സീരിയലുകളാകട്ടെ, നമ്മളൊക്കെ കണ്ടവരും കാണുന്നവരും ഒക്കെ ആണെന്ന് എനിക്കറിയാം. എനിവേ, ചിലത് കോമഡി എൻഡിങ് ഉണ്ട്, ഹാപ്പി എൻഡിങ് ഉണ്ട്, ചിലത് ട്രാജഡി എൻഡിങ്. ആ ട്രാജഡി എൻഡിങ്ങില് ആയിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നോക്കിയേ, എല്ലാവരും സൃഷ്ടിച്ച മനുഷ്യൻ ഇപ്പം അവസാനം പെട്ടിയിൽ വെച്ചു എന്ന് തന്നെയാണ്. അപ്പം ദ പ്രോസ്പെക്ട് ഓഫ് ഹോപ്പ് ബിയോണ്ട് ദ കോഫിൻ, അവിടെയാണ് പ്രത്യാശയുടെ അടുത്തത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പെട്ടിയിൽ വെച്ച മനുഷ്യന്റെ വാക്കോടുകൂടെ, ഇല്ലെങ്കിൽ വാക്യത്തോടുകൂടെ ഉൽപ്പത്തി പുസ്തകം അവസാനിക്കുമ്പോൾ അടുത്ത പുസ്തകമാണ് നമുക്ക് പ്രത്യാശ നൽകുന്നത്. അടുത്തതൊരു പുറപ്പാടാണ്. ഒരിക്കലും മനുഷ്യനെ പെട്ടിയിൽ വെക്കാൻ കഴിയത്തില്ല. അടുത്തത് ദൈവം മനുഷ്യനൊരു പുറപ്പാട് വെച്ചിട്ടുണ്ട്. യോസേപ്പിന്റെ അസ്ഥി സൂക്ഷിച്ചിരിക്കുന്ന ആ അസ്ഥിയെ നോക്കിയിട്ട് ഇസ്രായേൽ മക്കൾ അടികൊണ്ടു അവര് ഫറവോന്റെ അടിമത്തത്തിൽ കഷ്ടപ്പെടുമ്പോഴും ആ അസ്ഥിയെ നോക്കിക്കൊണ്ട് അവർക്കൊരു വലിയ പ്രത്യാശയുണ്ട്.
ഈ അസ്ഥി ഒരിക്കൽ ഞങ്ങൾ വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുപോകും. കാരണം ഒരു കാരണവശാലും ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഒരു ഭംഗം വരുന്നില്ല. ഉൽപ്പത്തി പുസ്തകം അവസാനിക്കുന്നത് പെട്ടിയിലാണെന്നുണ്ടെങ്കിലും അടുത്ത പുസ്തകം ആരംഭിക്കുന്നത് ഏതാ? ഒരു പുറപ്പാടിലാണ്. മലാക്കിയുടെ പുസ്തകം അവസാനിക്കുന്നത് ശാപത്തിലാണെന്നുണ്ടെങ്കിൽ മത്തായി സുവിശേഷം ആരംഭിക്കുന്നത് ക്രിസ്തുവിന്റെ ജനനത്തിലാണ്. അപ്പോൾ മനുഷ്യന്റെ എല്ലാം പ്രത്യാശ യേശു ക്രിസ്തുവിൽ മാത്രമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പം 5 പോയിന്റാണ് ഞാൻ 4 പോയിന്റാണ് ഞാൻ പറഞ്ഞത് തോന്നുന്നു. ഒന്ന്, പ്രൊക്ലമേഷൻ, കർത്താവിന്റെ പ്രത്യാശയുടെ പ്രഖ്യാപനം. രണ്ടാമത്തെ 1 തൊട്ട് 11 വരെയുള്ള ചാപ്റ്റേഴ്സ് പറയുന്നു. അതിൽ നമ്മൾ 1 തൊട്ട് 11 വരെയുള്ളതാണ് നമ്മൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയി പോയത്. എനിവേ 1 തൊട്ട് 11 വരെ നമുക്ക് പഠിക്കാം, വീണ്ടും എപ്പോഴെങ്കിലും കർത്താവ് സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇനി രണ്ടാമത്, ദി പ്രൊവിഷൻ ഓഫ് ദ ഹോപ്പ് ത്രൂ ദ സോവറിൻ ചോയ്സ് ഓഫ് മാൻ ഫ്രം എ ഹോപ്പ്ലെസ് സൊസൈറ്റി. രണ്ടാമത്, ദൈവത്തിന്റെ പ്രൊവിഷൻ, ദൈവത്തിന്റെ ഈ പ്രത്യാശയുടെ എന്നാ പറയുന്നേ ഉറവിടം ദൈവം ഒരു ഹോപ്പ്ലെസ് സൊസൈറ്റിയിൽ നിന്ന്, അല്ലെങ്കിൽ പ്രത്യാശ ഇല്ലാത്തൊരു സമൂഹത്തിൽ നിന്ന് ദൈവം ഒരാളെ തെരഞ്ഞെടുക്കുകയാണ്. വിഗ്രഹത്തിന് അടിമയായിരുന്ന തേരഹിന്റെ പൗത്രനെ കർത്താവ് തെരഞ്ഞെടുക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. എന്നിട്ട് അടുത്തത് അത് പെർസ്വേഡ് ചെയ്യുകയാണ്. അവര് പിന്തുടരുകയാണ്. 4 തന്റെ തലമുറകളിലൂടെ ഈ പ്രത്യാശ അവര് പിന്തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കർത്താവിന്റെ പ്രത്യാശയുടെ പിന്തുടർച്ചകൾ അവരിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ. അബ്രഹാമില് ദൈവം അനുഗ്രഹിക്കുന്നു പറഞ്ഞു, നിന്റെ സന്തതിയെ അനുഗ്രഹിക്കും, നിന്നിലൂടെ മറ്റുള്ളവരെ അനുഗ്രഹിക്കും. ഇസഹാക്കിലൂടെ ഒരു അനുഗ്രഹം നമുക്ക് കണ്ടു. യാക്കോബിലൂടെ ആ അനുഗ്രഹം പ്രാപിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. യോസേപ്പിലൂടെ ആ അനുഗ്രഹം ജാതികളിലേക്ക് പോലും ആ അനുഗ്രഹം വ്യാപിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അപ്പം ദൈവം അനുഗ്രഹിക്കുന്നു പറയുന്നു. ആ അനുഗ്രഹത്തിന്റെ വാക്താവായിട്ട് ഇസഹാക്ക് മാറുന്നു. അല്ലെങ്കിൽ അനുഗ്രഹിക്കുന്ന ഇസഹാക്കിനെ കാണുന്നുണ്ട്. തന്റെ പുത്രനായ യാക്കോബിൽ അനുഗ്രഹം കൊടുക്കുന്നു. ആ അനുഗ്രഹം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന യാക്കോബിനെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ അനുഗ്രഹം മറ്റുള്ളവരിലേക്ക് പകരുന്ന യോസേഫിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ആ പ്രത്യാശ പെർസ്വേഡ് ചെയ്യുകയാണ് ഈ 4 പൂർവ്വപിതാക്കന്മാരിലൂടെ. ഇനി അടുത്തത് ദൈവം സ്ഥാപിക്കുന്ന ഉടമ്പടിയിലൂടെയാണ് നമ്മൾ കണ്ടു. ഇനി എന്നാ പറയുന്നത്, ദ പ്രോസ്പെക്ടസ് ഓഫ് ഹോപ്പ് ബിയോണ്ട് ദ കോഫിൻ, അല്ലെങ്കിൽ ഒരു ശവപ്പെട്ടിക്കപ്പുറമായിട്ട് ഒരു പ്രത്യാശ നമുക്ക് കാണുന്നുണ്ട് ഈ പുസ്തകത്തിൽ. അതുകൊണ്ട് ഹോപ്പ് ഫോർ ദ ഹോപ്പ്ലെസ്, ആദ്യം തന്നെ ദൈവം പറയുന്ന ഈ പുസ്തകത്തില് പ്രത്യാശയില്ലാത്തവർക്ക് പ്രത്യാശ. ഇതാണ് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഒരു മുഖം. നിങ്ങൾക്ക് പല മുഖങ്ങൾ നിങ്ങൾക്ക് ഇനി കണ്ടുപിടിക്കാം. അതിനുവേണ്ടി കർത്താവ് സഹായിക്കട്ടെ. ഇനി അത് കൺക്ലൂഷൻ ചെയ്യുകയാണ്. കൺക്ലൂഷൻ ചെയ്യുമ്പോൾ ആപ്ലിക്കേഷനാ അല്ലേ? ആപ്ലിക്കേഷൻ നമുക്ക് പറയണം, അതിനുശേഷമാണ് കൺക്ലൂഷൻ. കൺക്ലൂഷൻ നമുക്ക് പറയുമ്പം എന്നാ പറയുന്നത്, ഞാൻ എൻ്റെ കൺക്ലൂഷൻ അവസാനിപ്പിച്ചത് ഒറീസയിൽ കൊല്ലപ്പെട്ട ഗ്രാം സ്റ്റെയിൻ്റെയും അവരുടെ കുടുംബത്തിനെ പറ്റി ഉള്ള ആശയങ്ങൾ പങ്കുവച്ചാണ് ഞാൻ എൻ്റെ മെസ്സേജ് കൺക്ലൂഡ് ചെയ്തത്. കാരണം പ്രത്യാശയില്ലാതെ നിൽക്കുന്ന ഗ്ലാഡിസ് സ്റ്റെയിൻ്റെ മുമ്പിലേക്ക് ഒരു ശവശരീരമാണ് കൊണ്ടുവന്നത്. അപ്പനും മക്കളും കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരു ശവശരീരം. അവരുടെ ജീവിതത്തിന്റെ പ്രത്യാശ മുഴുവൻ അവസാനിച്ചപ്പോൾ അവർ പറയുന്നത്, ഈ ഇന്ത്യയിലെ സകല മാധ്യമങ്ങളും മൈക്കുമായിട്ട് ഗ്ലാഡിസ് സ്റ്റെയിൻ്റെ മുമ്പിൽ പോയപ്പോൾ ഞങ്ങൾ ക്ഷമിച്ചു എന്ന് പറയാൻ കാണിച്ച ഒന്നാമത്തെ ധൈര്യം. രണ്ടാമത് പറഞ്ഞത്, ബിക്കോസ് ഹി ലീവ് ഐ ക്യാൻ ഫേസ് ടുമോറോ. യേശു ജീവിക്കുന്നത് കൊണ്ട് നാളുകളെ എനിക്ക് ഫേസ് ചെയ്യാൻ കഴിയും. ഈ ഒരൊറ്റ വാക്കാണ് ഗ്ലാഡിസ് സ്റ്റെയിൻ എന്ന് പറഞ്ഞത്. കാരണം നമ്മുടെ എല്ലാം പ്രത്യാശ യേശു ജീവിക്കുന്നു, ഇത് മാത്രമാണ്. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ഇപ്പൊ ഞാൻ സാറുമായിട്ട് സംസാരിച്ചിട്ട് അടുത്ത ആഴ്ച തൊട്ട് ഈ പ്രസംഗം ഞാൻ പ്രസംഗിക്കുന്നത് അങ്ങ് നിർത്താം. നിങ്ങൾ ആരെങ്കിലും ഈ ഒരു പ്രസംഗം ഉണ്ടാക്കിയിട്ട് ഈ 1 മണിക്കൂറിൽ 2 പേരോ 3 പേരോ 15 മിനിറ്റ് വെച്ച് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോക്കി വായിക്കണമെങ്കിൽ വായിക്കാം കേട്ടോ. നിങ്ങൾ എഴുതി വെച്ച പ്രസംഗം നോക്കി വായിക്കണമെങ്കിലും വായിക്കാം. പക്ഷെങ്കിൽ അത് ഈ ഒരു മെത്തഡോളജി ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. കർത്താവ് സഹായിക്കട്ടെ. എൻ്റെ വിഷയം ഇതാണ്. 3 പോയിന്റ് എന്നും പറഞ്ഞ് ആരും വരരുത്.
ഞാൻ ഈ തൊണ്ട കീറി ഇത്രയും ഒരു പോയിന്റ് ഒരു മെത്തഡോളജി കാണിച്ചെങ്കിൽ ഇതേ മെത്തഡോളജിയിൽ തന്നെ അറ്റ്ലീസ്റ്റ് 3 പേരെങ്കിലും പ്രസംഗിക്കണം. ഒരു പാസേജ് നിങ്ങൾക്ക് എടുക്കാം. ബുക്ക്